ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഇതെൻ്റെ ഒരു ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പം നിങ്ങളെന്തായാലും ഒന്ന് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഡൽഹിയിലാണ്. അപ്പോൾ ഇതിപ്പം ഹയാത്തിലാണ് കേട്ടോ. ഇതൊരു 5 സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാണാനുള്ള ഒരു ഭംഗിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലൊരു നമ്മളിപ്പോൾ മുന്നിലൂടെ ഒരു നീണ്ട വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് 612 ആണ്. അപ്പോൾ ഇതാ ഏകദേശം നമ്മളുടെ റൂമിൻ്റെ അടുത്ത് എത്തിട്ടോ. ഇനി അതിന് ഇതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളാരെങ്കിലും ഇവിടെ നിൽക്കാൻ ചിലപ്പം നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ കയറി വരുമ്പം ബാത്റൂമാണ് കേട്ടോ. ബാത്റൂമൊക്കെ അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ബെഡുണ്ട്. അപ്പം അത്യാവശ്യം ഇതാ നല്ല ഭംഗിയിലാണ് കേട്ടോ വാളൊക്കെ കൊടുത്തേക്കുന്നത്. ഒരു നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ടെല്ലാം. പിന്നെ ഒരു സോഫയുണ്ട്, ഒരു 2 ടേബിളുണ്ട് കേട്ടോ. ഈ ടേബിൾ ഒരു മാജിക് ടേബിളാണ്, കാണിച്ചു തരാം. പിന്നെ ഇതാ ബോട്ടിൽസൊക്കെ നോക്കിയേ, നല്ല ഗ്ലാസിൻ്റെ ബോട്ടിൽസാണ് കേട്ടോ വെള്ളമൊക്കെ കൊണ്ട് വെച്ചേക്കുന്നത്. പിന്നെ ഇതാ ടവൽസൊക്കെ നല്ല അടിപൊളിയായിട്ട് മടക്കി നല്ല അടിപൊളി ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി വർക്കൊക്കെയാണ് കേട്ടോ ഈ ഒരു വാളിലൊക്കെ കൊടുത്തത്. ഞാനിപ്പോൾ ഇതൊരു ഹോട്ടൽ ഒരു റൂം ടൂറാവും മിക്കവാറും ഇത്. അപ്പോൾ ഇതാ ഈ ഒരു ഗൗണുണ്ട്, ബാത്ത് ഗൗണൊക്കെ ഉണ്ട്. ഇത് 2 എണ്ണം ഉണ്ട്. ഒന്ന് നമ്മുടെ ബാത്റൂമിലും ഉണ്ട്, അതുപോലെ ഒന്ന് ഇവിടുത്തെ ഷെൽഫിൽ നമ്മുടെ ഈ ഒരു വാർഡ്രോബിലും ഉണ്ട് കേട്ടോ. അപ്പം വാർഡ്രോബിൻ്റെ അടുത്തായിട്ട് ലോക്കറുണ്ട്. പിന്നെ ഇതാ നമ്മുടെ കോഫി പാക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതൊരു ഷെൽഫിലുണ്ട്. പിന്നെ ഇതാ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇതാ ഈ ഒരു ബോട്ടിൽസാണ് കേട്ടോ. ഇത് ബോട്ടിൽസ് നമുക്ക് വെള്ളം ആ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽസാണ് ഉള്ളത്. പിന്നെ 2 ടീപ്പോയ്സ് ഉണ്ട്. അതും നല്ലൊരു മാജിക് ആയിട്ടുള്ള ടീപ്പോയാണ്. അതായത് നോക്കിയേ, അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഫ്രിഡ്ജ് ഇരിക്കുന്നത്. 1-2 ദിവസമേ നമ്മൾ ഡൽഹിയിലുള്ളൂ, അതുകൊണ്ട് തന്നെ ഒന്ന് പുറത്തെല്ലാം പോകാനുണ്ട്. അപ്പോൾ ഇതാ നല്ല ഒരു അടിപൊളി കഴിച്ചേട്ടോ. നല്ല അത്യാവശ്യം നല്ല താഴ്ന്നിട്ടാണ് ഫ്ലൈറ്റെല്ലാം പോകുന്നത്. ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇതിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പം വളരെ അടുത്താണ്, അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല താഴ്ന്നിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പുറത്തെ വ്യൂ. ഇതിപ്പം നെക്സ്റ്റ് ഡേ ആണ്. അപ്പം ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിന്ന് ഡൽഹി സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ. ചെറുതായിട്ടേ കഴിച്ചിട്ടുള്ളൂ, കാരണം നമ്മൾ സ്ട്രീറ്റിലെല്ലാം പോയാൽ അവിടേക്ക് അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ജുമാ മസ്ജിദിൻ്റെ അടുത്ത് എത്തിയിട്ടോ. നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കാണ്, നടക്കാൻ കഴിയാത്ത തിരക്കുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ബാഗും കാര്യങ്ങളൊന്നും സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. അത്യാവശ്യം പിടിച്ച് പറയും ഒക്കെ ഉണ്ട്, നടക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടംപോലെ കുട്ടികളും വന്ന് ഇങ്ങനെ നമ്മളെ കയ്യിൽ പിറകെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരാണെങ്കിൽ നമ്മൾ പറഞ്ഞയച്ചാലും പോവില്ല, അങ്ങനെയുള്ള കുട്ടികളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു തവണ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക്, അതായത് നമ്മൾക്ക് സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് ഏകദേശം മഗ്‌രിബ് ടൈമിൻ്റെ അടുത്തായപ്പം. ഇപ്പോൾ ഇത് രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. അന്ന് അവർ അടിച്ച് ഓടിക്കുന്നുണ്ടായിരുന്നു കുറേ പേര് കേട്ടോ. അപ്പം അവിടെ നിന്ന് പോയിട്ടില്ലെങ്കിൽ വടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പിന്നാലെയൊക്കെ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിനുള്ളിൽ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് വീണ്ടും ഈ ഒരു ജുമാ മസ്ജിദിൻ്റെ അടുത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു സ്ട്രീറ്റിൽ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ രാത്രിയുള്ള ഒരു വ്യൂവും കൂടെ കിട്ടിയിട്ടോ. അതാണ് വീണ്ടും ഇവിടെ തന്നെ എത്തിക്കുന്നത്. ആ ഒരു ലൈറ്റിൽ, രാത്രിയത്തെ ആ ഒരു ലൈറ്റിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇനിയിപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ ഓൾവേസ് തിരക്കാണ് ഇവിടെ. പിന്നെ രാത്രി ആയതുകൊണ്ടും കുറച്ചും കൂടെ തിരക്കുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല റഷാണ്. പിന്നെ ഇഷ്ടംപോലെ ഫുഡും കാര്യങ്ങളുണ്ട് കേട്ടോ ഈ ഒരു സ്ട്രീറ്റിൽ. പിന്നെ അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ബാഗും കാര്യങ്ങളും ചെരുപ്പും ഒക്കെ. പക്ഷേങ്കിലും ക്വാളിറ്റിയിൽ കുറച്ചൊരു കുറവുണ്ടാവും. പക്ഷേങ്കിലും എന്താ പറയുക, നമുക്ക് കൈ നിറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇതുപോലൊരു സ്ട്രീറ്റിൽ വന്നാൽ മതി കേട്ടോ. അത്യാവശ്യം സാധനങ്ങൾ ബാഗ് നിറയെ കൊണ്ടുപോകാൻ പറ്റും. ഇത് മൊത്തം ഫുഡിൻ്റെ ഏരിയ ആണ് കേട്ടോ. പല പല വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് തിരക്കൊന്നും ഉണ്ടാവരുത്, തിരക്കൊന്നും ഇല്ലാണ്ട് അങ്ങനെ കഴിച്ച് പോകാൻ പറ്റുന്നൊരു പ്ലേസാണ്. ഇവിടെ കുറച്ച് ഐറ്റംസ് നല്ല ഫേമസ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലേ. അതിലൊരെണ്ണം എന്നോട് മറന്നുപോയി. ഒരു ചിക്കൻ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ റുമാൽ റൊട്ടിയൊക്കെ കൂട്ടി കഴിക്കണേ. പിന്നെ തിരക്കുകൊണ്ട് അവിടേക്കൊന്നും കയറാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു ഹാജി മുഹമ്മദ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതും അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ചെറിയ ചെറിയ പാർട്സ് ആക്കിയിട്ട് നല്ല ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ ഇവിടുത്തെ സെർവിങ് ഒക്കെ ഉള്ളത്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. ഈ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഡൽഹിയിലെ ഈ ഒരു സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ നല്ല ലാഭമായിരിക്കും അല്ലേ. ഈ ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതെല്ലാം വെറൈറ്റിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. ഇപ്പം ചിക്കൻ ആണെങ്കിലും അതുപോലെ ബീഫ്, മട്ടന്, എന്താണെങ്കിലും, അല്ലെങ്കിൽ ഷേക്ക് കാര്യങ്ങളും സ്വീറ്റ്സ്, ഡെസേർട്ട് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി സ്ട്രീറ്റാണ് കേട്ടോ ഇത്. അത്യാവശ്യം തിരക്കുണ്ട്. ഇപ്പോൾ രാത്രി ആയാലും ഇവിടെ തിരക്കാണ് കേട്ടോ. 10 മണി കഴിഞ്ഞാലൊക്കെ തിരക്ക് തന്നെയാണ്. കയ്യിൽ ഗ്ലൗസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അവരിതൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വൃത്തിയോടെ കൂടി തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടുന്ന് അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പം ഒരു ഡ്രിങ്ക് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ ഈ ഒരാളുടെ അടുത്തേക്കാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ നല്ല അറബി വേഷമൊക്കെ കെട്ടിയിട്ടുള്ള ഒരാളേത്. ഇത് നമ്മുടെ ഒരു വത്തക്കയുടെ ആ ഒരു ഇതില്ലേ, റൂഹഫ്സ, അതാണ് കേട്ടോ. അപ്പം ടേസ്റ്റൊന്നും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിലും അവിടുത്തെ ആ ഒരു വേഷവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ അല്ലേ, അവർ നമുക്ക് സെർവ് ചെയ്യുന്ന ആ ഒരു സ്റ്റൈലൊക്കെ, അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവർ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സ്ട്രോ ഒക്കെ ഇട്ട് വായിലോട്ടൊക്കെ കുത്തി തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് സംഭവം നല്ല വെറൈറ്റി ആയിട്ടാണ് കേട്ടോ തന്നത്. നല്ല പുകയെല്ലാം പോകുന്നുണ്ട് കേട്ടോ ഇതിന്ന്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ടേസ്റ്റ് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഫ്ലേവർ അത്ര ടേസ്റ്റി ആയിരുന്നില്ല കേട്ടോ. അപ്പം ഇത് നമ്മൾ 2 തവണ കുടിച്ചു കേട്ടോ. അതിൽ ആദ്യം കുടിച്ച ആ ഒരു ഷോപ്പ് അത്യാവശ്യം നല്ലതായിരുന്നു, നല്ലൊരു ഫ്ലേവറായിരുന്നു. ഇതത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇതൊരു നല്ല വൈബുള്ള ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല മ്യൂസിക്കൊക്കെ ഉണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുന്നത് കാരണം അത് മ്യൂട്ടാക്കേണ്ടി വന്നു. ഇവരുടെ സർവിങ് കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഒരു മോള് കരയുന്നുണ്ട്, ആ മോളിന് ചിരിപ്പിക്കാനൊക്കെ അത്യാവശ്യം നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടിരിക്കാൻ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ഹോട്ടലിലെത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഇന്നിപ്പം രാത്രി കൂടെ ഇവിടെ നിന്നിട്ട് നാളെ നമ്മൾ തിരിച്ചു പോവും. അപ്പോൾ നിങ്ങളൊരു സ്പാ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ പുറത്തും ഉള്ള കാര്യങ്ങളും സ്വിമ്മിങ് പൂളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അധികം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പുറത്തെ വ്യൂസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം അപ്പോഴത്തേക്കും ഗാർഡ് വന്നു വീഡിയോ അവിടെ അല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ഒരു ഭാഗമൊന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും റൂമിലേക്ക് പോവുകയാണേ. ഇതിവിടുത്തെ റിസപ്ഷനാണ് കേട്ടോ. റിസപ്ഷൻ ഏരിയ അത്യാവശ്യം വലിയതാണ്, നല്ല സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലാണുള്ളത്.
ഈ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഒരു റൈസ് സ്ട്രോ കാണിച്ചു തരാവേ. ഇത് ജ്യൂസ് ഓർഡർ ചെയ്തപ്പം അതിനെപ്പുറം നമ്മുടെ സ്ട്രോ വന്നതാണ് ഈ ഒരു റൈസ് സ്ട്രോ കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. ഇനിയിപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.